ദിവസത്തെ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി നിങ്ങൾ എല്ലാവരും കേട്ടായിരുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആ ഒരു കാഠിന്യം നമ്മൾ ഇതുവരെ വി.ഡി. സതീശൻ അങ്ങനെ കണ്ടിട്ടില്ല. വിരൽ ചൂണ്ടിയുള്ള ആ വാക്ക് ഞാൻ ഭീഷണിപ്പെടുത്തിയാണെന്ന് വിചാരിക്കരുത്. കേരളം ഉടൻ തന്നെ ഞെട്ടും. എന്നിട്ട് ഇന്ന് ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വിട്ടു. ഞെട്ടിയോ? ഞങ്ങളൊക്കെ ഞെട്ടി തരിച്ചുപോയി. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ മുന്നോട്ട് പോകുന്നത്. നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ സാധാരണ ലഭിക്കുന്ന മോണിറ്റൈസേഷൻ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തെ പറയുന്ന പേരാണ്. അത് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കാരണം കുറെ പേര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവണം റിപ്പോർട്ട് അടിക്കുന്നത് കൊണ്ട് നമുക്ക് വരുമാനം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സാമ്പത്തിക സഹായം നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരെ നമ്മളെ അങ്ങനെ പിന്തുണച്ചുകൊണ്ട് കൂടെ നിൽക്കുക. അല്ലാത്തവർ വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും മാക്സിമം ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്താൽ മതി. താല്പര്യമില്ലാത്തവർ ഇതൊന്നും കാണാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ സതീശൻ പൊട്ടിച്ച ആ ഞെട്ടിക്കൽ സംഭവം നിങ്ങളൊരു സന്ദർഭം ഇങ്ങനെ മനസ്സിൽ കാണണം. ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആക്ച്വലി ഈ വി.ഡി. സതീശൻ എന്ന വ്യക്തിക്ക് പരാതികളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഒരു മെസ്സേജ് അയപ്പ് പോലുള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ 2K കിഡ്സിന്റെ എന്തെങ്കിലുമൊക്കെ കളി തമാശകളായിരിക്കണം. ഇങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒന്ന് ചിന്തിക്കുക ഇങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതൊരു ഹാബിച്വൽ ഒഫൻഡറാണ് ഇയാള്. ഇതൊരു മാനസിക രോഗമാണ്. പോയിടത്ത് എല്ലാം ഇജാതി കൃഷി ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴാണ് ഇദ്ദേഹം അറിഞ്ഞെന്ന് വിചാരിക്കാം. പ്രതിരോധിക്കാൻ ഒരു വഴിയും ഇല്ലാതെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രസ്തുത വ്യക്തി രാജിവെച്ചേ തീരൂ എന്ന നിലയിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വരികയാണ്. നമുക്കറിയാം സ്ത്രീകളായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ പരസ്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നു. അതായത് രാഹുലിനെതിരെ രംഗത്ത് വന്നു. ഇയാൾ രാജിവെക്കണം, ഇയാൾ MLA ആയിട്ട് ഇരിക്കാൻ പാടില്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീപീഡകരോടൊപ്പമല്ല എന്നുള്ളത് തെളിയിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഓരോ സ്ത്രീകൾക്ക് നേരെയും അശ്ലീലം പറഞ്ഞുകൊണ്ട് ഒരുപാട് മാങ്കൂട്ടം കോഴികൾ, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, മാങ്കൂട്ടം കോഴികൾ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിലും ഈ കോഴികൾ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. വലിയ കാര്യം വെക്കണ്ട, പെർവേർട്സാ. അതായത് ഒരു ഊളയ്ക്ക് മറ്റൊരു ഊളയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഒരു പെർവേർട്ടിനെ മറ്റൊരു പെർവേർട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തും പറയാം, സ്ത്രീകളെ കുറിച്ചൊക്കെ എന്ത് വൃത്തികേട് എഴുതി വെക്കാം. അപ്പം എനിക്ക് തോന്നുന്നില്ല സ്വന്തമായിട്ട് ഡാഡിക്ക് മുമ്പേയൊക്കെ ജനിച്ച ആൾക്കാരായിരിക്കണം, അപ്പന്റെ പേരൊക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കണം. കാരണം ഇവർക്കൊന്നും പേരുമില്ല, മുഖവുമില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ ഇറക്കി വിട്ടിട്ടുണ്ട് ഈ സ്ത്രീകളെയൊക്കെ പച്ചയ്ക്ക് ചീത്ത പറയാനൊക്കെ വേണ്ടി. അപ്പൊ പോലും നമുക്കറിയാം കോൺഗ്രസിൽ വലിയ രീതിയിൽ ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞു. എന്ത്? ഈ പറയുന്ന വ്യക്തിനെ ഒഴിവാക്കണം, MLA സ്ഥാനം മാറ്റണം, സസ്പെൻഷനിൽ ഒതുക്കിയത് ശരിയായില്ല. അപ്പൊ സസ്പെൻഷൻ കൊടുത്തെങ്കിലും ഒതുക്കാം എന്ന് വിചാരിച്ച വി.ഡി. സതീശൻ അവിടെയും തെറ്റി. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് സത്യമായിരിക്കാനാണ് ചാൻസ്. കണ്ടിടത്തോളം രമേശ് ചെന്നിത്തല അത്യാവശ്യം അന്തസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. എന്ത് ആരോപണം വന്നാലും വ്യക്തമായി വന്ന് പത്രസമ്മേളനം നടത്തി കാര്യമായിട്ട് തെളിവുകൾ വെച്ച് പറയാനായിട്ട് നല്ല കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഉന്നയിച്ചു കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വാലിഡ് ആയിരുന്നു. ഇപ്പോഴും അഴിമതി കേസുകൾ നടക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ വെറുതെ ട്രോള് കാണിച്ച് കോമാളി കാണിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് ഈ രാഹുൽ മാങ്കൂട്ടം വന്ന പോലെ പെട്ടെന്ന് വന്നൊരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. യൂത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ പൊക്കി പിടിച്ച് നടക്കുകയും ചെയ്തു. എന്നാൽ രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോ എന്നാൽ രാജിവെച്ചിരിക്കും. ഘട്ടം ഘട്ടമൊന്നുമല്ല, ഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ എന്തോ ഒരു കോർപ്പറേറ്റ് കമ്പനി, ഒരു മണ്ണാങ്കട്ടിയല്ല. ഇവര് നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ഒരു യോജിക്കൂല. ഒരാൾ പറയുന്ന ഒരാൾ സമ്മതിക്കില്ല, മറ്റേ ആൾ പറയുന്ന മറ്റേ ആൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല പക്ഷം അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയുടെ ഭാഗം നിൽക്കുന്ന ഒരുപാട് പേര് സ്ത്രീകളടക്കമുള്ള ഒരു ഇയാൾ രാജിവെക്കണം, കോൺഗ്രസിൽ വന്നിട്ടുള്ള കളങ്കം മാറ്റണം. ഈവൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈക്കമാൻഡിൽ നിന്ന് വരെ സെയിം കാര്യമാണ് വന്നിരിക്കുന്നത്. എന്നാൽ സതീശന്റെ കൂടെയുള്ളവർക്കും സതീശൻ പക്ഷം എന്ന് നമുക്ക് പറയാം, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാ ബുദ്ധിമുട്ട്? അദ്ദേഹം എന്തോ ഒരു ഇൻസ്റ്റിങ്റ്റിന്റെ പേരിൽ പുറത്ത് വന്നിട്ട് പറഞ്ഞു രാജിവെക്കുന്നൊക്കെ. പക്ഷേ ഇദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സസ്പെൻഷനിൽ ഒതുക്കാൻ പറ്റുള്ളൂ. എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, വെൻ ഐ എം ഫോളിംഗ് ഡൗൺ ഐ വിൽ ടേക്ക് എവ്രിബഡി വിത്ത് മീ. അതായത് ഞാൻ തല വീണ മിനിമം എല്ലാത്തിന്റെയും തല കൊണ്ടേ ഞാൻ പോകുള്ളൂ. ഈ ഒരു സംഭവം ഇപ്പൊ ഈ പറയുന്ന രാജിവെക്കണം എന്നൊക്കെ ആരോപണം നേരിടുന്ന ഒരു MLA പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സത്യമായിരിക്കണം. നിങ്ങൾ പേടിയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് അടിച്ചങ്ങോട്ട് പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ രാജി എഴുതി മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണോ? നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കണ്ടം ചാടി വന്ന ഒരാളുടെ ഉപദേശപ്രകാരം വി.ഡി. സതീശൻ ഒരു സാധനം കൊണ്ടുവന്നാണ് നിങ്ങൾ ആദ്യം കേട്ടത്. ഞെട്ടും. കാരണം നമുക്കറിയാം ഇപ്പൊ ഈ കണ്ടം ചാടി വന്ന വ്യക്തിയും ഇപ്പൊ ഈ ഞെട്ടും പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് BJP നേതാവ് കൃഷ്ണകുമാറിന്റെ കേസാണ്. ഇതൊന്നും ഞെട്ടാനുള്ള ഒന്നുമില്ല. 2 വർഷം മുമ്പ് ഇതൊക്കെ വന്നു പോയത് ഒരു സിവിൽ കേസായിരുന്നു.
അത് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ സഹോദരി കൊടുത്തിട്ടുള്ള ഒരു കേസാണ് സ്വത്തിന്റെ പേരിൽ. സിവിൽ കേസ് പറയുമ്പോൾ നമുക്കറിയാലോ, ആദ്യം രജിസ്റ്റർ ചെയ്തത് സിവിൽ കേസാണ്. ഒരു പീഡന കേസ് ഉണ്ടെങ്കിൽ ആദ്യം സിവിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അത് ഇവിടുത്തെ ന്യായം. ചേടാ, എന്നെ ഒരാൾ കയറി പിടിച്ചാൽ ഞാൻ ആദ്യം പോയി സിവിൽ കേസാണോ കൊടുക്കുന്നത്? ഞാൻ പോയി റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ്. അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് കൊടുക്കുക. അല്ലാതെ സിവിൽ കേസ് എങ്ങനെ ആദ്യം വരുന്നത്? സ്ത്രീപക്ഷ നിയമങ്ങളെ ദുരുപയോഗം ചെയ്ത് ഇമാതിരി കാട്ടിക്കൂട്ടലുകളൊക്കെ കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. പോക്സോ കേസുകൾ എന്തോരം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് കേസിന്റെ വഴി നോക്കിയാൽ അറിയാം. ഇദ്ദേഹം ഈ പറയുന്ന കേസ് തള്ളിയതാണ് കോടതി. 2 തവണ വിധി വന്നതാ. 2 തവണ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് ആ വിധി വന്നത്. ഇതൊരു സിവിൽ കേസാണ്. അതുപോലെ ഗാർഹിക പീഡനം, അല്ലാതെ ലൈംഗിക പീഡനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലും കേസ് ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടി വെച്ചതാണെന്ന് കോടതിക്ക് ബോധ്യമായി വിധി വന്ന കേസാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയും മാങ്കൂട്ടത്തിന്റെ പേരിൽ കോടതിക്ക് ബോധ്യമായി വിധി വന്നിട്ടില്ലല്ലോ എന്ന്. വേണ്ട, വിധി വന്നിട്ടില്ല. വിധി വന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പറഞ്ഞില്ലേ, കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടാണ് പറയുന്നത്. വിധി വന്നിട്ടില്ലല്ലോ മാങ്കൂട്ടത്തിനെതിരെ, ആരെങ്കിലും കേസ് കൊടുത്ത് വിധിക്കട്ടെ, എന്നിട്ട് മാങ്കൂട്ടൻ രാജിവെച്ചാൽ മതി, അതല്ലേ ശരിയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഞങ്ങൾക്ക് തീരുമാനിക്കാം. ധാർമ്മികതയെ മുൻനിർത്തി മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാം. ആ ഓഡിയോ കോൾ കേട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് മുൻപത്തെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. പണക്കാരനായൊരു നായകൻ പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ ഗർഭിണിയാക്കുന്നു. ഗർഭിണിയായതിനു ശേഷം അത് അബോർട്ട് ചെയ്യിക്കാൻ വേണ്ടി അവൻ പറയുന്ന അതേ ഡയലോഗൊക്കെ തന്നെ ഇവൻ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകത ഒന്നുമില്ല. എന്ത് മോർഫിയാനാ, എന്താക്കാനാ? പിന്നെ ഇവന്റെ സൗണ്ട് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാ. അത് അക്യുറേറ്റ് ആയി. ഇന്നേ നിമിഷം രാഹുൽ പോലും പറഞ്ഞിട്ടില്ല അത് എന്റെ സൗണ്ട് അല്ല, ഉണ്ടാക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞ്. അതിന് ഒരാൾക്ക് പറഞ്ഞാൽ പോലും ഇത് എന്റെ സൗണ്ട് അല്ല, എത്ര നേരം വേണം? അതിനർത്ഥം അവൻ അറിയാം. അപ്പൊ ഇതൊന്നും വിധി വരണ്ട. ഇതൊക്കെ മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുമ്പോൾ രാഹുലിന്റെ തൊട്ട് ഉയർന്നു തന്നെയിരിക്കും. നിങ്ങൾ BJP-യിലെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇവരെല്ലാവരും ഉളകളാ, ഞങ്ങളും ഉളകളാ, അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലും രാജിവെക്കില്ല. അതല്ല, കോൺഗ്രസിനൊരു മൂല്യമുണ്ടെങ്കിൽ, കോൺഗ്രസിനൊരു മൂല്യമുണ്ടെന്ന്, ഒരു ധാർമ്മികത ഉണ്ടെന്ന് കോൺഗ്രസ് തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇയാൾ നിങ്ങളുടെ കൂടെ വേണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണത്, മനസ്സിലാക്കിക്കോളൂ. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറഞ്ഞതിന് കാരണം ഇനിയും ഒന്നും ഇയാൾ ഇത് നേരെയാക്കാൻ പോകുന്നില്ല. ഇയാളെ ചികിത്സിപ്പിക്കാതെ ഇയാൾക്ക് ഇത് മാറുകയില്ല. നല്ല രീതിയിൽ ഇയാള് നോർമലി ഇപ്പൊ ഇരകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇയാൾ നോർമൽ സെക്സ് പോലും റേപ്പ് ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇയാൾ എന്താ പറയാ, നോർമലി സംസാരിക്കുമ്പോൾ പോലും ഇയാളുടെ ചേഷ്ടകളൊക്കെ കണ്ടിട്ടും അതുപോലെ ഇരകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം നോർമലേ അല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് അറിയാൻ കഴിയുക. കാരണം നാടിപ്പോ അതിലിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾക്ക് ലൈഫിന്റെ ഉള്ളിൽ, അതായത് ലൈംഗിക പ്രശ്നങ്ങൾ വരെ ഈ മയക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഈ വൾഗറായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെയും ഒരു പിൻബലം കൊണ്ടുകൂടിയാണ്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നിരിക്കെ നിങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി തള്ളിക്കളഞ്ഞൊരു കേസ്, അതും കണ്ടം ചാടി വന്ന ഒരാൾ, അയാൾക്ക് എന്ത് ട്രസ്റ്റ് വർത്തിയാണ്, അയാൾ എന്ത് ട്രസ്റ്റ് വർത്തി, അയാൾക്ക് എന്ത് വിശ്വാസ്യതയുണ്ട്? നിങ്ങൾ നോക്കിക്കോളൂ, BJP-യിലേക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആരോപണം വരണമെങ്കിൽ അത് ഈ പോയ വ്യക്തിയില്ലേ, ഈ കണ്ടം ചാടി പോയ വ്യക്തി, ആ വ്യക്തി ഉണ്ടെങ്കിലേ വരുള്ളൂ. അതിനെയാണ് ഇപ്പൊ തട്ടിക്കളഞ്ഞത്, എറിഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്, അതോടെ തീർന്നു. പിന്നെ അവർക്ക് ഈ MLA ആയിട്ട് MP ആയിട്ടൊക്കെ ഇരുന്ന് ഇതൊക്കെ കാണിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഇവർ MLA MP ഒക്കെ ആയിട്ടിരുന്ന് ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഇറക്കി കാണിക്കുന്നേ പ്രതിപക്ഷത്തിരുന്ന്. ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ ഇരുന്ന് പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഭരിക്കുന്നവരെ വിമർശിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര് ഭരിച്ചാലും ഞാൻ വിമർശിക്കും, ആര് ഭരിച്ചാലും ഞാൻ വിമർശിക്കും. അപ്പൊ എനിക്കിതാണ് പറയാനുള്ളത്, നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നിടത്തോളം തോറ്റു പോവുകയുള്ളൂ. VD സതീശന് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്നൊരു പട്ടമൊക്കെ സ്വപ്നം കാണണമെങ്കിൽ മിനിമം ജനങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ധാർമ്മിക നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരണം. താങ്കൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ നോക്കണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ നിലം തൊടാതെ UDF തോൽക്കും, UDF തോൽക്കും, UDF തോക്കും. എഴുതി വെച്ചു. ഇയാളെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഒന്നും ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അംഗീകരിക്കും കുറെ അടിമകൾ, അവരുടെ വോട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോ ചീറ്റി പോയ പടക്കവുമായി VD സതീശൻ വിടവാങ്ങുകയാണ്. അടുത്ത് എന്തെങ്കിലും കാര്യമായിട്ട് വരുമായിരിക്കും. അപ്പൊ കാണാം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.